പലപ്പോഴും കുട്ടികളെ വിളിക്കുമ്പോൾ കുട്ടിക്ക് ചെവി കേൾക്കുന്നില്ല എന്ന പരാതിയുമായിട്ടായിരിക്കും രക്ഷിതാക്കളെ ഡോക്ടറെ സമീപിക്കുക. അല്ലെങ്കിൽ നിരന്തരമായിട്ട് കുട്ടി വായിലൂടെ മാത്രം ശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ പല്ലെല്ലാം പുറത്തേക്ക് ഉന്തിയിട്ട് ചെവിക്കുണ്ടാകുന്ന പഴുപ്പുണ്ടാകുന്ന, ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് നീര് വരുന്ന എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇത്തരത്തില് നിരന്തരമായിട്ട് കുട്ടിക്ക് ജലദോഷം, കഫക്കെട്ട്, പനി, അതോടൊപ്പം അലർജി, സംസാരിക്കുമ്പോൾ കുട്ടിയുടെ വായനാറ്റം ഉണ്ടാവുക, അതേപോലെ കുട്ടിക്ക് മൂക്കടപ്പ് ഉണ്ടാവുക, പഠനത്തിൽ പിന്നോക്കം നിൽക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ് അഡിനോയിഡ് ഉള്ള കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്നത്. സാധാരണ ജനങ്ങളോട് ഡോക്ടർമാർ ഇത് ദശ എന്ന രൂപത്തിലാണ് പറയപ്പെടുക. നിങ്ങൾ ശരിക്കുള്ള അഡിനോയിഡ് ആണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ വൈകിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഒരു പരിധി കഴിഞ്ഞാൽ, ഏകദേശം അതിന്റെ എൻഡോസ്കോപ്പി, നാസൽ എൻഡോസ്കോപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 3, 4 ഒക്കെ എത്തുമ്പോഴും നിങ്ങളോട് പറയും ഇതിന് സർജറി അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. ശരിക്കും ഇത് സർജറി ചെയ്യേണ്ട ഒരു രോഗമല്ല. കാരണം ഏകദേശം 13 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ ഒരു അഡിനോയിഡ് ചുരുങ്ങി ചുരുങ്ങി സ്വമേധയാ ഇല്ലാതാവും. നമ്മുടെ ശരീരത്തിന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ പ്രവർത്തിക്കുന്ന ഈ അഡിനോയിഡ് നമ്മൾ സർജറി ചെയ്ത് കളയുന്നതിനേക്കാൾ നല്ലത് ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കി നാച്ചുറൽ ആയിട്ടുള്ള ക്യൂർ സംഭവിച്ച് ഒരു സർജറിയെ നമുക്ക് അഭിമുഖീകരിക്കാതെ തന്നെ ഈ രോഗത്തെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ, ദ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപ്പതി, കൊടശ്ശേരി, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.